നമസ്കാരം. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്തത് എന്ന് നിങ്ങൾ ചിന്തിച്ചോ? ഒരുപക്ഷെ നിങ്ങൾ ഓർക്കും, ഒരു റീച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ പറഞ്ഞ വാക്കാണെന്ന്. എന്നാൽ സത്യസന്ധമായിട്ട് പറയാം, ഞാൻ ഈ പറഞ്ഞത് സത്യമാണ്. നമ്മളിലുള്ളൊരു ശക്തിയുണ്ട്. ആ ശക്തി വിശേഷത്തെ നമ്മളെങ്ങനെയാണ് തിരിച്ചറിയുകയും അതിനെ എങ്ങനെയാണ് നമുക്ക് അനുകൂലമായ ഭാവത്തിൽ കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളിൽ പലരും ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രാർത്ഥന എന്താണ്? ഭഗവാൻ, ഈ കഷ്ടകാലമൊക്കെ മാറ്റിത്തരണേ, ദുരിതങ്ങളും ദുഃഖമൊക്കെ മാറ്റിത്തരണേ എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം പറയുന്ന വാക്ക് എന്താണ്? ദുരിതം, ദുഃഖം, കഷ്ടകാലം, രോഗം, അല്ലേ? പിന്നെ നമ്മൾ പറയും, ഞാനൊരു ഭാഗ്യദോഷിയാണ്, എനിക്കൊന്നും കിട്ടില്ല, എന്നെ ഈശ്വരനും വേണ്ട, എന്നെ ആർക്കും വേണ്ട, എൻ്റെ വീട്ടിലാവട്ടെ, എൻ്റെ സമൂഹത്തിലാവട്ടെ, മക്കളാവട്ടെ, അല്ലെങ്കിൽ അങ്ങനെ ഏത് ബന്ധങ്ങളിലാവട്ടെ, ആർക്കും എന്നെ വേണ്ട, ആരും എനിക്ക് വില തരുന്നില്ല, ഞാൻ ദരിദ്രനാണ്, പാവത്തുങ്ങളാണ് ഞങ്ങൾ, അല്ലേ? നമ്മളെപ്പോഴും പറയുന്നതാണ്. ഞാൻ ഈ വരയ്ക്കുന്നത് ഒരു പൂവിലേക്ക് പറന്നു വരുന്ന പൂമ്പാറ്റയാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഒരു പൂവിലേക്ക് പൂമ്പാറ്റ ഒരു ആകർഷണ തത്വത്തിലാണ് പറന്നു വരുന്നതെന്ന്? അതിനൊരു ഇൻവിറ്റേഷൻ കാർഡ് പൂവ് അയച്ചിട്ടില്ല, അതെ ഞാൻ വിരിഞ്ഞിരിക്കുന്നു, നീ ഇങ്ങോട്ട് വരൂ, അല്ല. ഇതൊരു ആകർഷണ തത്വമാണ്. 1000 കാന്തത്തേക്കാൾ 10 മടങ്ങ് ശക്തിയുള്ള ഒരു ആകർഷണ കേന്ദ്രമാണ് നമ്മൾ. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം, കാരണം സുധീർ കൃഷ്ണൻ എന്ന ഈ ചിത്രകാരൻ ജീവിതത്തിൻ്റെ ഏറ്റവും തകർന്നുപോയ അവസ്ഥയിൽ നിന്ന് ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്നതിലും ഉപരി ഒരു വരുമാനത്തിലേക്ക് മാറിയ ഒരാളാണ്. കാരണം എൻ്റെ ഭാര്യയുടെ അതിഗുരുതരമായ രോഗവും വെറും 4300 രൂപ എന്നൊരു ശമ്പളത്തിൽ നിന്ന്, ഒരു വരുമാനത്തിൽ നിന്ന് 50,000-ഓളം രൂപ മാസം ചിലവിന് വേണ്ടിയിരുന്നിടത്ത് ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് മാത്രമല്ല, ആർക്കൊക്കെ ഞാൻ പണം കട കൊടുക്കാനുള്ളത് കൊടുത്തു തീരുമെന്ന് പോലും സംശയമായിരുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരണമെങ്കിൽ നമ്മൾ തന്നെ ചിന്തിക്കണം. നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, നിങ്ങൾ അതിസമ്പന്നരാണ്, സമ്പന്നനാണ്, ആരോഗ്യവാനാണ്, പ്രശസ്തനാണ്, നിങ്ങളെ കേൾക്കാനും കാണാനും ഒരുപാട് പേര് നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നു. ഇത് വെറുതെ ഇങ്ങനെ ഓർക്കുകയല്ല ചെയ്യേണ്ടത്, അനുഭവിക്കണം. അതിന് നമുക്ക് 5 പൈസയുടെ ചിലവില്ല. ഉണ്ടോ? ഇല്ല. നിങ്ങൾ നടക്കുമ്പോൾ ഒരു രാജാവിനെ പോലെ ചിന്തിക്കുക. നിങ്ങൾ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും, ഇനി ഉറങ്ങാൻ കിടക്കുമ്പോഴും നിങ്ങൾ സപ്രപഞ്ചത്തിലാണെന്ന് ധരിക്കുക. പരിചാരകൾ ധാരാളമുണ്ട് വീട്ടിൽ. നമ്മുടെ മുറ്റത്ത് കിടക്കുന്നത് ഏറ്റവും മുന്തിയ കാറുകളാണ് എന്ന് ധരിക്കുക. നമ്മളിലേക്ക് ധാരാളം ധനം ഇങ്ങനെ പ്രപഞ്ചത്തിൽ നിന്ന് വരുന്നു. നമ്മൾ ഏതെങ്കിലും ഒരു കർമ്മത്തിനെ കുറിച്ച് പറയുക, ഞാൻ ചെയ്യുന്ന ഈ ജോലി കൊണ്ട് എനിക്ക് ധാരാളം ധനം വരുന്നതിന്, ഞാൻ ആരോഗ്യവും ഐശ്വര്യവും ഉള്ളവനായി തീർന്നതിന്, എന്നെ ഒരുപാട് പേര് തിരിച്ചറിയുന്നതിന് നന്ദി. ഇത് പറയുമ്പോൾ 100% നിങ്ങൾ അതായി തീരണം മനസ്സിൽ. അതല്ലാതെ വെറുതെ ഒരു അധര വ്യായാമം ചെയ്താൽ കാര്യമില്ല. ഞാൻ പറയുന്നത്, നിങ്ങൾ 100% അതായി തീർന്നതായി കരുതണം. നിങ്ങൾക്കറിയാവുന്ന ഏറ്റവും ഒരു സമ്പന്നനെ മനസ്സിൽ കൊണ്ടുവരിക. ആ സമ്പന്നനായിട്ട് നിങ്ങൾ നടക്കുന്നതായും നിൽക്കുന്നതായും നിങ്ങൾ സത്കർമ്മങ്ങൾ ചെയ്യുന്നതായും ഒരുപാട് പേർക്ക് നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതായും സത്കർമ്മങ്ങൾ ചെയ്യുന്നതായും കാണുക. ഒപ്പം തന്നെ ഇപ്പോഴുള്ള ജീവിതത്തിൽ തന്നെ നിങ്ങൾ പറ്റാവുന്നത് കൈ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ മുൻപിൽ വരുന്ന ഒരാൾക്ക്, ഉദാഹരണത്തിന് ചില അമ്മമാരൊക്കെ ലോട്ടറിയൊക്കെ വിൽക്കാൻ വരും, നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ വാടി തളർന്ന് വരുന്ന അമ്മമാരൊക്കെ ഉണ്ട്. നിങ്ങളുടെ കയ്യിലൊരു 100 രൂപ ഉണ്ടെങ്കിൽ കഴിയുമെങ്കിൽ ഒരു 50 അവർക്ക് കൊടുത്തേക്ക്. അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. വഴിയിൽ വിശന്ന് വലഞ്ഞ് നിൽക്കുന്ന നായ്ക്കളെയോ അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ പറ്റുമെങ്കിൽ ഒരു കൂടി ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുക്കുക. അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള പണത്തിൻ്റെ ഒഴുക്കിനെ തടയാതിരിക്കുക. നിങ്ങൾ ഇതൊക്കെ സമ്പന്നനായിക്കൊണ്ടാണ് ചെയ്യേണ്ടത്. ഞാനൊരു കോടീശ്വരനാണെന്ന് കരുതി തന്നെ ചെയ്യുക. നിങ്ങൾ ഐശ്വര്യവും ഭാഗ്യമുള്ളവനാണെന്ന് കരുതി തന്നെ ഓരോന്നും ചെയ്യുക.
നിങ്ങൾ ഓരോ നിമിഷവും ഒരിക്കലും നിങ്ങൾ ആദ്യം ദാരിദ്ര്യം, കഷ്ടതകൾ, ദുഃഖം എന്നിവയെക്കുറിച്ച് പറയാതിരിക്കുക. സമ്പത്തിനെക്കുറിച്ച്, ഭഗവാൻ എന്നെ ഇത്രയധികം സമ്പന്നനാക്കിയതിന്, ഐശ്വര്യമുള്ളവനാക്കിയതിന്, ബന്ധങ്ങളാൽ നിറഞ്ഞവനാക്കിയതിന്, ഉള്ളവൾ ആക്കിയതിന് നന്ദി. ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ സുന്ദരനാണെന്നും സുന്ദരിയാണെന്നും അങ്ങ് ചിന്തിക്കുക. അപ്പം തന്നെ മുഖത്ത് വ്യത്യാസമുണ്ട്. നിങ്ങൾ ഏകാഗ്രമായിക്കൊണ്ട് ഇങ്ങനെ ഒന്ന് ജീവിച്ചതിന് ശേഷം ഒരു 28 ദിവസം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങളൊരു കമൻ്റ് ഇടുക ഇവിടെ വന്നിട്ട്. ഞാൻ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ സമഗ്രമായ മാറ്റം ഇതുമൂലമുണ്ടാവും. നിങ്ങളുടെ ജീവിതാവസ്ഥ ഏതുമാവട്ടെ, നിങ്ങൾ അതിനെക്കുറിച്ചല്ല പറയേണ്ടത്. നിങ്ങൾ അതിസമ്പന്നനാണ്, നിങ്ങൾ ആരോഗ്യവാനാണ്, നിങ്ങൾ ഏറ്റവും ഉള്ളതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഉണ്ട് എന്ന് ധരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുകയും അതിനൊക്കെ താങ്ക് യു എന്ന് പ്രപഞ്ചത്തിനോട് നിങ്ങൾക്ക് പറ്റുന്ന ഭാഷയിൽ സംസാരിക്കുകയും ചെയ്യുക. നന്ദി പ്രകാശിപ്പിക്കുക. ഉണർന്നാൽ ഉടനെ അതിസമ്പന്നനായ നിങ്ങൾ പുറത്തേക്ക് വരികയാണ്. നിങ്ങളെ കാണാൻ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. നിങ്ങളെ കാണാൻ ഒരുപാട് പേരുണ്ട് ചുറ്റും പ്രപഞ്ചത്തിൽ, നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ അങ്ങനെ കാണുന്ന ഒരുപാട് പേര് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. നമ്മളവരെ സഹായിക്കുന്നു, അവരുമായി മധുരഭാഷണത്തിൽ ഏർപ്പെടുന്നു. ഉടനെ നമ്മുടെ കാറ് വരുന്നു, ഞാൻ സമ്പന്നനാണെന്ന് കരുതുന്നു. ഇങ്ങനെ അങ്ങോട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ അവസ്ഥയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഏറ്റവും മനോഹരമായിട്ട് ചിന്തിക്കാൻ ഒന്ന് മനസ്സിനെ പാകപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ഞാൻ എഴുതി വെച്ച് തരാം. ഉറപ്പാണ്. ഇത് ഞാൻ പറയുന്ന എൻ്റെ ജീവിതാനുഭവം കൊണ്ടാണ്. എൻ്റെ ജീവിതാനുഭവം എന്തായിരുന്നുവെന്ന് അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പായും പറഞ്ഞു തരാം. നിങ്ങൾ അത്ഭുതത്തോടെ മാത്രമേ അത് കേൾക്കൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അടുത്ത പുലരി നമുക്ക് വേണ്ടിയുള്ളതാണ്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഇതോടൊപ്പം ഇതുപോലെ ചിത്രം കൂടെ വരച്ച് നോക്കൂ. ഒരു ഗോളുകൾ സെറ്റ് ചെയ്യൂ നിങ്ങളുടെ സ്വന്തമായിട്ട്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ വീണ്ടും കാണാം. ഒരുപാട് 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 ഇഷ്ടം.